ഹലോ ഫാമിലി, സാറയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇൻഡോർ പ്ലാന്റ് ഓൺലൈനായിട്ട് വാങ്ങിക്കുന്നത് കേട്ടോ. ഞാൻ ക്യാരി എന്ന് തന്നെയാണ് തോന്നുന്നു പ്രൊനൗൺസിയേഷൻ അത് തന്നെയാണെന്ന് എനിക്കറിയത്തില്ല. ക്യാരി എന്ന് പറഞ്ഞിട്ടൊരു ഇൻഡോർ പ്ലാന്റിൻ്റെ ഒരു സൈറ്റ് കണ്ടു. അപ്പോൾ ഞാൻ ഒരു സാമ്പിളിന് പരീക്ഷിക്കാമെന്ന് കരുതിയിട്ട് വാങ്ങിച്ച് നോക്കിയതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തത് തന്നെ ചീത്തയായിട്ടുണ്ടാവും, വാടിയിട്ടുണ്ടാവും, അവരെ നല്ല ചീത്ത വിളിക്കണം എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത്. ഭയങ്കര ടൈറ്റ് പാക്കിംഗ് ആയിരുന്നേ. അപ്പോൾ ഞാനൊരു കണക്കിന് അത് മാന്തി പറിച്ചെല്ലാം പൊളിച്ചെടുത്തു. ഓരോ ബോക്സും സെപ്പറേറ്റ് പാക്കിംഗ് ഉണ്ട്. എന്നിട്ട് ഒരുമിച്ച് മൂന്നും കൂടി ഒരു പാക്കിംഗ് ആയിരുന്നു. ഈ മൂന്നെണ്ണത്തിനും കൂടി 1049 രൂപയാണ് എനിക്ക് ആയത്. ജഡാ പ്ലാന്റും പിന്നെ സ്നേക്ക് പ്ലാന്റുമാണ് ഞാൻ വാങ്ങിച്ചത്. ജഡാ പ്ലാന്റ് 2 വാങ്ങിച്ചു, സ്നേക്ക് പ്ലാന്റും വാങ്ങിച്ചു. ജഡാ പ്ലാന്റ് ഭയങ്കര ഐശ്വര്യത്തിനൊക്കെ നല്ലതെന്ന് പറയുന്നേ, ഭയങ്കര ലക്കാണെന്നൊക്കെ പറയുന്നു. പക്ഷേ എനിക്ക് സ്വാഭാവികമായിട്ടും എനിക്ക് പ്ലാന്റ്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. വീടിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം അവർ അതിൻ്റെ വെക്കാനുള്ള വാസൊന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണ്ട, സെറ്റ് ചെയ്താണ് വരുന്നത്. കണ്ടോ, ഞാൻ സെലക്ട് ചെയ്ത കളറ് റെഡാണ് കേട്ടോ. ഇത് ജഡാ പ്ലാന്റ് വന്നതാണ്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ദിവസമായി ഓർഡർ ചെയ്തിട്ട് ഒരു 7-8 ദിവസമായി. അവിടെ നിന്ന് പോന്നിട്ട് തന്നെ ഒരു 5 ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് വാടി തളർന്ന് പോയിട്ടുണ്ടാവും. പക്ഷെ നല്ല അടിപൊളിയായിട്ട് പാക്കിംഗ്, ഒരു രക്ഷയില്ലാത്ത പാക്കിംഗാണ്. ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം വെള്ളം വേണ്ടതല്ല. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം, അത്യാവശ്യം വാട്ടർ ചെയ്ത് അവർ വിട്ടത് കൊണ്ടായിരിക്കണം പാടാതെ നല്ല പാക്കിങ്ങും ആയിരുന്നു കേട്ടോ. പിന്നെ ഈ റെഡ് വേണ്ട പോട്ട്, വേറെ പോട്ട് മതി എന്നുള്ളവർക്ക് വേറെ കളേഴ്സൊക്കെ അവൈലബിൾ ആണ്. പിന്നെ അതിൻ്റെ താഴെ ഒരു വൈറ്റ് പോലെ ഒരു ട്രേ ആണ് കേട്ടോ അത്. നമുക്കത് ഇങ്ങനെ ഊരാം. അപ്പോൾ നമ്മളിങ്ങനെ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താലും താഴേക്ക് പോകത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ആ താഴെ ഒരു വെള്ള ഒരു സാധനം പോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അന്നക്കുട്ടിയാണ് കേട്ടോ നമ്മുടെ വീഡിയോ എടുത്ത് തരുന്നത്. ഞാനിത് ചീത്ത വിളിക്കാൻ വേണ്ടി തന്നെ എടുത്ത വീഡിയോ ആണ്. പിന്നെ ഞാൻ ആ ഉപയോഗിക്കുന്ന കത്തി കണ്ടായിരുന്നു. കുറച്ച് പേരാണെങ്കിൽ ഇൻബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ കത്തി ഞാൻ മേടിച്ചത് ഓൺലൈനിൽ നിന്നാണ്, ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. നല്ല കത്തിയാണ്. 3 എണ്ണത്തിൻ്റെ പാക്ക് നല്ല ലാഭത്തിന് കിട്ടിയതാണ്. നല്ല മൂർച്ചയുമായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ കത്തിയൊക്കെ മൂർച്ച വെക്കില്ലേ, അതുപോലെ തന്നെ നമുക്ക് മൂർച്ച വെക്കാം. ഞാൻ നിന്ന് കാല് കഴിച്ചു. അപ്പോൾ ജഡാ പ്ലാന്റിൻ്റെ ഒരു കുഞ്ഞി കഷ്ണം താഴേക്ക് പോയിട്ടോ. പിന്നെയും അവർ ആ പോട്ട് മറ്റേ വൈറ്റ് എന്തോ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനം കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. കാരണം അവരെ മണ്ണും മറ്റേ മിക്സിങ് ഉണ്ടല്ലോ, ഈ പ്ലാന്റ് നമ്മൾ നടാൻ ഉപയോഗിക്കുന്ന മണ്ണും മറ്റുള്ള മിക്സിങ് ഉണ്ടായിരുന്നു, അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ ഓരോന്നേ ഞാൻ പൊളിച്ചെടുത്തിട്ട് ഇത് ആക്ച്വലി എൻ്റെ വീട്ടിൽ സ്ഥലമില്ല ഇനി വെക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു സ്ഥലമില്ല. പക്ഷേ എനിക്ക് പ്ലാന്റ് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് മെയിൻ കാര്യം, ഇത് വാങ്ങിക്കാനുള്ള മെയിൻ കാര്യം. പിന്നെ അവർക്ക് ഇൻസ്റ്റാ പേജ് ഉണ്ട്. ക്യാരി എന്നായിരിക്കും പ്രൊനൗൺസിയേഷൻ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്കും വെബ്സൈറ്റിൻ്റെ ലിങ്കും ഞാൻ ഇട്ടേക്കാം കേട്ടോ. ഞാൻ അവിടെ കൊണ്ടുപോയി നമ്മുടെ ബുദ്ധ ഭഗവാന്റെ ഫ്രണ്ടിലങ്ങ് വെച്ചു. പൊളിയാണ് കേട്ടോ. ഓൺലൈൻ വന്ന് പ്ലാന്റൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മീഷോയിൽ ഞാനൊരു പോട്ടും ഒരു ടെസ്റ്റ് ട്യൂബ് പോലത്തെ ഒരു പോട്ടും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അയ്യോ, ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലട്ടോ ഇത്രയും ക്വാളിറ്റി ഉണ്ടാവുമെന്ന്. ഒന്നും അടിപൊളി ക്വാളിറ്റിയാണ്. അതുകൂടാതെ ഇതിൻ്റെ പ്രൈസ് ഏതാണ്ട് 200 സംതിങ് ഉള്ളൂ എന്ന് പറയാനില്ല, പൈസ ഉണ്ടാക്കിയിട്ട് ഇത് മേടിക്കാൻ ഞാൻ പറയത്തുള്ളൂ കേട്ടോ. അത്രയ്ക്ക് നല്ല സാധനം കേട്ടോ. പിന്നെ അതുകൂടാതെ ഇതിൽ കാണുന്ന സൈസല്ല കേട്ടോ, ഇതിലും നെക്സ്റ്റ് സൈസാണ് വരുന്നത്. അപ്പോൾ വിചാരിക്കും ഈ 2 സാധനവും മേടിച്ചിട്ട് ഇനിയിപ്പോൾ പ്ലാന്റ് വാങ്ങിക്കാനുള്ള പൈസ ഇല്ലല്ലോ എന്ന്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, നമ്മുടെ പനിക്കൂർക്കല ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു കൊമ്പങ്ങ് എടുക്കുക. ഇതിലൊരു ടെസ്റ്റ് ട്യൂബ് പോലത്തെ സാധനം, അതിൽ വെള്ളം ഒഴിക്കുക, അതിലേക്ക് അങ്ങോട്ട് ഇടുക, അതിൻ്റെ വേര് വരും. അതുകൂടാതെ മറ്റേ പോട്ടിൽ ഒരു ഹോള് കാണുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചാൽ പോകലോ എന്ന് നോക്കുമ്പോൾ നമ്മൾ ഈ ഫുഡൊക്കെ പാർസൽ മേടിക്കുമ്പോൾ കിട്ടുന്ന കണ്ടെയ്നർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കുപ്പി അതിൻ്റെ സൈസിൽ കട്ട് ചെയ്ത്, അതൊന്നും കാണത്തില്ല. അതിൻ്റെ ഉള്ളിൽ വെള്ളം ഒഴിച്ചിട്ട് നേരെ ഇറക്കി വെച്ചാൽ മതി, ഒന്നും കാണാൻ പോകുന്നില്ല. അപ്പം അങ്ങനെ ഭംഗിയായിട്ട് വെക്കാൻ പറ്റും. നിങ്ങൾ ഈ പിക്കിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, സൈസ് ഇച്ചിരി സൈസ് ഉണ്ട്. എനിക്ക് ആ ക്വാളിറ്റി പറയാൻ പറ്റില്ല എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇടാം കേട്ടോ. നിങ്ങൾ എങ്ങനെയെങ്കിലും പൈസയൊക്കെ ഒപ്പിച്ചത് വാങ്ങിക്കണേ. അടിപൊളിയാണിത്. വെച്ച് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്തിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഞാനിത് ടി വിയുടെ അടിയിലായിട്ട് ഒരു മണി പ്ലാന്റിൻ്റെ ഒരു കൊമ്പ് വേറൊരു ചെടിച്ചട്ടിയിൽ നിന്ന് കടം മേടിച്ചു, അങ്ങനെ വെച്ചു. പിന്നെ ഇത് ഞാൻ ഹോളിൽ തന്നെ ഒരു ചെറിയൊരു കബോർഡല്ല, ഒരു വാഡ്രോബ് പോലെ ചെറുതുണ്ട്. അപ്പം അതിൻ്റെ മേളിൽ
ഞാൻ ഫുഡ് മേടിച്ചപ്പോൾ കിട്ടിയൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഉണ്ടായിരുന്നു. അത് വാഷ് ചെയ്ത് ഇവിടെ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ പനിക്കൂർക്കയിലെയും ഒരു ചെറിയൊരു മണി പ്ലാന്റിൻ്റെ ഇതും കൊണ്ട് സെറ്റ് ചെയ്തിട്ടു. നല്ല ലുക്കാണ് കേട്ടോ. ഇത് നിങ്ങൾ നേരിട്ട് കാണണം, കണ്ടാലേ അതിൻ്റെ ഒരു ഇതുള്ളൂ. അതുകൊണ്ട് മേടിച്ചോട്ടോ, ധൈര്യമായിട്ട്. അടിപൊളി സാധനമാണ് കേട്ടോ.